ഹിന്ദി സാഹിത്യകാർ മൈഥിലി ശരൺ ഗുപ്ത. ജന്മം 1886, ഝാൻസി, ചിർഗാവ്, ഉത്തർപ്രദേശ്. മൃത്യു 1964. ഗുരു മഹാവീർ പ്രസാദ് ദ്വിവേദി. ആധുനിക് യുഗ് കാ തുളസി രാഷ്ട്രകവി എന്നൊക്കെ അറിയപ്പെടുന്നു. ഉപനാം ദദ്ദ മധു ചോദിക്കാറുണ്ട്. പഹല കവിത ഹേമന്ത്. പ്രഥം കാവ്യസംഗ്രഹ് രംഗ് മേ ഭംഗ് ചോദിക്കാറുണ്ട്. 1909. ഇനി അദ്ദേഹത്തിൻ്റെ പ്രമുഖ കാവ്യസംഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രംഗ് മേ ഭംഗ്, ജയദ്രഥ് വധ്, ഭാരത് ഭാരതി, കിസാൻ, ശകുന്തള, പഞ്ചവടി, അനഗ്, ഹിന്ദു, ത്രിപദക, ശക്തി, ഗുരുകുൽ, വിക്കറ്റ് ബട്ട്, ജംഗാർ, സാക്കേത്, യശോധര, ദ്വാപർ, സിദ്ധരാജ്, നഹുഷ്, കൃഷ്ണഗി, കുണാൽ ഗീത്, കാബ और करबला, पृथ्वीपुत्र, प्रदक्षिण, जय भारत, विष्णुप्रिया, अर्जुन और विसर्जन, वैतालिक. हिंदी साहित्य में रामचरितमानस का बात राम काव्य का दूसरे स्तंभ है. मैथिली शरण गुप्त कृत साकेत. साकेत मूलतः पाली भाषा का शब्द है. साकेत का अर्थ है अयोध्या. ചോദിക്കാറുള്ള क्वेश्चन ആണ്. इस रचना को मंगला प्रसाद पारितोषिक पुरस्कार मिला. यह उनका अमर कृति है. साकेत में 12 सर्ग है. ചോദിക്കാറുണ്ട്. प्रमुख सर्ग 9, मर्मस्पर्शी सर्ग, ऊर्मिला का विरह वर्णन. रामचरितमानस में 7 कांड है. അത് ഞാൻ അതിൻ്റെ അഡീഷണൽ ആയിട്ട് എഴുതിയതാണ്. കാമായനി में 15 സർഗ് है. അതുപോലെ തന്നെ പ്രിയപ്രവാസ് 17, പൃഥ്വിരാജ് രാസോല 69, സമയമാണ്. പത്മാവതിൽ 57 ഖണ്ഡാണ്. പിന്നെ രാമചന്ദ്രികയിൽ 39 പ്രകാശാണ്. വൈദേഹി വനവാസിൽ 18 സർഗാണ്. डॉक्टर नगेंद्र ने साकेत को जनवादी काव्य कहा है. യശോധര, വിഷ്ണുപ്രിയ അത് സ്ത്രീ കഥാപാത്രങ്ങളാണ്. സമൂഹത്തിലെ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രതിനിധി പാത്രങ്ങളാണ് അവർ. ആരൊക്കെ? യശോധര, വിഷ്ണുപ്രിയ. ഭാരത് ഭാരതി കവിത എഴുതിയതിന് ശേഷം ഗാന്ധിജി രാഷ്ട്രകവി എന്ന ഉപാധി നൽകി. അനുദിത് കാവ്യവും പ്ലാസി കാ യുദ്ധ്, മേഘനാഥ് വധ്, വൃത്ത് संहार, मधुप उपनाम से लगी, हरिगीतिका छंद का बादशाह कहा है. गुप्त जी का प्रमुख पंक्तियाँ: अबला जीवन है तुम्हारी यही कहानी, आंचल में है दूध और आँखों में पानी. यशोधरा. सगी वे मुझसे कहकर जाते. यशोधरा. राम तुम मानव हो, ईश्वर नहीं हो क्या. साकेत. हम कौन थे, क्या हो गए और क्या होंगे अब भी. भारत भारती. हे मातृभूमि तू सत्य ही सगुण മൂർത്തോം സ്വദേശിക്ക്. മാതൃഭൂമി ചോദിക്കാറുള്ളതാണ്. നാട്ടക് അനഗോർ തിലോത്തമ, ഗീതി നാട്യ. हिंदी साहित्य के इतिहास में वे गढ़ी बोली के प्रथम महत्वपूर्ण कवि है. महाकाव्य साकेत, यशोधरा. गुप्त किस धारा के कवि है? द्विवेदी युग. तुलसीदास जी करते कैसे मानसनाद. महावीर का यदि उन्हें नहीं मिलता प्रसाद. मैथिली शरण गुप्त. काव्यों की संख्या 40 ആണ്. आरंभ में किस उपनाम से रचनाएं करते थे? रसिक केंद्र. ബ്രജ്ഭാഷയിലാണ് കേട്ടോ. ഗഡി ബോലി ക പ്രഥം കവിത ഹേമന്ത്. അപ്പോൾ ഇത്രയാണ് മൈഥിലി ശരൺ ഗുപ്തിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുക.